ടെലിഗ്രാമിനെതിരെ ഡൽഹി ഹൈക്കോടതിയിൽ കടുത്ത നിലപാട് സ്വീകരിച്ച് കേന്ദ്ര സർക്കാർ. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും മുൻഗണന നൽകുന്ന പ്ലാറ്റ്ഫോമാണെന്ന് കേന്ദ്രം പറഞ്ഞു. താൽക്കാലിക നിരോധനത്തിനെതിരെ ടെലിഗ്രാം നൽകിയ ഹർജിയിലാണ് കേന്ദ്രം ശക്തമായ നിലപാട് സ്വീകരിച്ചത്. ഡൽഹിയിൽ നിന്ന് ആർ അച്യുതനാണ് ചേരുന്നത്. അച്യുതൻ, ഗുഡ് ഈവനിംഗ്. ഈ ടെലിഗ്രാമുമായി ബന്ധപ്പെട്ട് നിയമാനുസൃതമല്ലാത്ത നിരവധി കാര്യങ്ങൾ നടക്കുന്നുവെന്ന പരാതി മുൻപും ഉണ്ടായിരുന്നു. ഇപ്പോൾ കേന്ദ്ര സർക്കാർ എന്താണ് കോടതിയെ അറിയിച്ചിരിക്കുന്നത്? കൃഷ്ണ, ഈ താൽക്കാലിക നിരോധനത്തിനെതിരെ ടെലിഗ്രാം നൽകിയ ഹർജിയിൽ അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനമടങ്ങിയ വാദമാണ് ഇന്ന് കേന്ദ്ര സർക്കാർ ഡൽഹി ഹൈക്കോടതിയിൽ നടത്തിയിരിക്കുന്നത്. അതായത് നിയമവിരുദ്ധ കാര്യങ്ങൾക്ക് ടെലിഗ്രാം ഉപയോഗിക്കപ്പെടുന്നു. മാത്രമല്ല, ഇത് നിർമ്മിച്ചിരിക്കുന്ന രീതി തന്നെ ഇത്തരത്തിൽ നിയമവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സവിശേഷതകൾ ഉൾക്കൊള്ളിച്ചാണ് എന്നുകൂടി ടെലിഗ്രാം ഇന്ന് കോടതിയെ അറിയിച്ചിരിക്കുകയാണ്. ക്രമക്കേടുകൾ തടയുന്നതിന് മതിയായിട്ടുള്ള സംവിധാനങ്ങൾ ഈ പ്ലാറ്റ്ഫോമിൽ ഇല്ല എന്ന കാര്യം കൂടി അറിയിച്ചു. മാത്രമല്ല, ഏതാണ്ട് ഒരു അക്കൗണ്ട് ഉപയോക്താവിന് 40 ബോട്ടുകൾ സൃഷ്ടിച്ചുകൊണ്ട് പലതരത്തിലുള്ള പ്രവൃത്തികൾ നടത്താൻ കഴിയും. ഇത് സങ്കീർണമായ നെറ്റ്വർക്ക് ശൃംഖല സൃഷ്ടിക്കാൻ തന്നെ കാരണമാകുന്നു എന്നാണ് ഇന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചത്. ഇതിലേറെ പ്രധാനപ്പെട്ട ഒരു വാദം എന്നുള്ളത്, ഈ റിപ്പോർട്ട് പ്രകാരം തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു പ്ലാറ്റ്ഫോം അത് ടെലഗ്രാം ആണ് എന്ന് കേന്ദ്രം ഇന്ന് കോടതിയിൽ അറിയിച്ചിരിക്കുകയാണ്. മാത്രമല്ല, ഗുരുതരമായിട്ടുള്ള വെല്ലുവിളി ഉയർത്തുന്ന തീവ്രവാദ പ്രചരണങ്ങൾക്ക് ഇതിന്റെ സവിശേഷതകൾ ഉതകുന്നു എന്നാണ് കേന്ദ്രം അറിയിച്ചിരിക്കുന്നത്. എന്നാൽ ഇന്ന് ഡൽഹി ഹൈക്കോടതി ചോദിച്ചൊരു കാര്യം, ഒരാളെ സംരക്ഷിക്കാനായി മറ്റുള്ളവരുടെ അവകാശം തടയാൻ കഴിയുമോ എന്ന് കേന്ദ്രത്തോടുന്ന് കോടതി ചോദിക്കുകയും ചെയ്തു. എന്നാൽ ആവർത്തിച്ച് കേന്ദ്രം ഇന്ന് കോടതിയെ പറഞ്ഞത്, ഒരു തരത്തിലും ഇതിന്റെ നിർമ്മാണ രീതി, ഈ ഒരു പ്ലാറ്റ്ഫോം നിർമ്മിച്ചിരിക്കുന്ന സവിശേഷതകൾ അത് ഈ ക്രമക്കേടുകൾക്ക് അനുകൂലമായിട്ടുള്ളതാണ്, അത് നടത്താൻ കഴിയുന്ന തരത്തിലുള്ളതാണ്. മറ്റൊരു ഡാർക്ക് വെബാണ് ടെലിഗ്രാം എന്നൊരു വിശേഷണമാണ് ഇന്ന് കേന്ദ്രം ഡൽഹി ഹൈക്കോടതിയിൽ നൽകിയത്. എന്തായാലും ഇന്ന് ഈ ഹർജിയിൽ ഉത്തരവ് പറയാനായി ഡൽഹി ഹൈക്കോടതി മാറ്റിയിരിക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.